നമസ്കാരം. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന നമ്മുടെ മണ്ണിൽ ഗുജറാത്തിലും മധ്യപ്രദേശിലും വേരുറപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെ ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സേന സമയോചിതമായ ഇടപെടലിലൂടെ തകർത്തിരിക്കുന്നു. ബനസ്കന്ത, പാടൻ, നൌസാരി എന്നീ ഗുജറാത്ത് ജില്ലകളിലും മധ്യപ്രദേശിലെ ദേവാസ് എന്ന സ്ഥലത്തും ഒരേ സമയം നടത്തിയ മിന്നൽ പരിശോധനകളിലൂടെയാണ് 8 ഭീകരരെ വലയിലാക്കിയത്. പിടിയിലായ 8 പേരുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ ആസൂത്രിതമായ ഒരു പ്രവർത്തനം ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാകുന്നു. 18 വയസ്സു മുതൽ 40 വയസ്സ് വരെയുള്ളവരാണ് പിടിയിലായത്. അഹമ്മദ് അബ്ദുള്ള ഗാജിവാല എന്ന അബു ഉബൈദ, ഇബ്രാഹിം മുഹമ്മദ് ഹുസൈൻ ഗാഗ എന്ന അബു ഹംസ, മുദാസിർ അബ്ദുള്ള ഗാജിവാല എന്ന അബു അയ്യ, സക്കറിയ ദുരാനി മുഹമ്മദ് അമർ ഗാഗ എന്ന ഇബിൻ അമർ, മുഫ്തി ഫൗജൻ ഇസ്മായിൽ ദൗവ എന്ന മുഫ്തി സാഹബ്, മുഹമ്മദ് അമിൻ ഷേര എന്ന അമിൻ പാലൻപുരി, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാവ്ദി എന്ന അബു ഉനിസ, ബിലാൽ ദുരാനി മുഹമ്മദ് അമർ ഗാഗ എന്ന അബു ദുജാന. ഇവരുടെ പേരുകളിലെ അബു എന്ന പ്രയോഗവും പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകരരുടെ കോഡ് നാമങ്ങളോട് സാമ്യമുള്ള പേരുകളും സൂചിപ്പിക്കുന്നത് ഇവർ അന്താരാഷ്ട്ര ഭീകര ശൃംഖലകളുമായി എത്രത്തോളം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് മദ്രസകളെ മറയാക്കി പ്രവർത്തിക്കുന്ന ഇവരുടെ ശൈലി സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ജാഗ്രതയിലാക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പിടിയിലായവരിൽ പലരും മദ്രസകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. സത്പുരിയിലെ ജാമിയ അബുൽ ഹസൻ മദ്രസയും നവ്സാരിയിലെ ജാമിയ റഹ്മാനിയ കഫിയയും കേന്ദ്രീകരിച്ച് ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ മതപഠനത്തിന്റെ മറവിൽ ദേശവിരുദ്ധ അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മദ്രസകളെ മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി കാണുന്ന സാധാരണക്കാരന്റെ വിശ്വാസത്തെ ഇവർ എങ്ങനെയാണ് തകർക്കുന്നതെന്ന് പരിശോധിക്കണം. പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ആശയങ്ങൾ യുവാക്കളിലേക്ക് എത്തിക്കാനുള്ള ഇടമായി ഇവർ ഈ സ്ഥാപനങ്ങളെ മാറ്റുകയായിരുന്നു. ഗുജറാത്ത് ഇന്ന് ഭാരതത്തിന്റെ വികസനത്തിന്റെയും വ്യവസായത്തിന്റെയും ഹബ്ബാണ്. അതേസമയം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം എക്കാലവും ഭീകരരുടെ ലക്ഷ്യസ്ഥാനമാണ്. സാമ്പത്തികമായും സാംസ്കാരികമായും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. മധ്യപ്രദേശിലെ ദേവാസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് എങ്ങനെയാണ് ഗുജറാത്തിലെ മൊഡ്യൂളുമായി ബന്ധമുള്ളത്? ഇതൊരു വലിയ അന്വേഷണ വിഷയമാണ്. വിപുലമായ ഒരു റിക്രൂട്ട്മെന്റ് ശൈലി ഇതിന് പിന്നിലുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള ആശയവിനിമയം, രഹസ്യമായ ഫണ്ടിങ്ങും ഇതിൽ ഉൾപ്പെടുന്നു. ഗുജറാത്ത് ATSന്റെ ഈ ഓപ്പറേഷൻ ഒരു കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുന്നു: ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉറങ്ങുന്നില്ല. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഭീകരതയെ സംബന്ധിച്ചിടത്തോളം സീറോ ടോളറൻസ് നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന പിന്തുണയും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണവും ഭീകരരുടെ ഇത്തരം നീക്കങ്ങളെ തുടക്കത്തിലെ അടിച്ചമർത്താൻ സഹായിക്കുന്നു. ഭീകരതയ്ക്ക് എതിരായ പോരാട്ടം വെറും സുരക്ഷാ ഏജൻസികളുടെ മാത്രം ചുമതലയല്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടാൽ അത് അധികൃതരെ അറിയിക്കാൻ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട്. മദ്രസകളുടെ പേരിൽ നടക്കുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാനും യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താനും സമൂഹം തയ്യാറാകണം. ഇന്ത്യയുടെ സമാധാനവും സുരക്ഷയും തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന സർക്കാർ നിലപാട് ഓരോ ഭാരതീയനും ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഈ അറസ്റ്റ് വെറും ഒരു പോലീസ് നടപടി മാത്രമല്ല, മറിച്ച് നമ്മുടെ മണ്ണിൽ പതുങ്ങിയിരിക്കുന്ന വലിയൊരു വിപത്തിന്റെ നേർചിത്രം കൂടിയാണ്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകൾക്ക് ഇന്ത്യയുടെ ഹൃദയഭാഗത്തേക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. മദ്രസകളെ മതപഠനത്തിന്റെ പേരിൽ മാത്രം കാണുന്ന ഒരു വലിയ വിഭാഗം ഇന്നും നമുക്ക് ഇടയിലുണ്ട്. എന്നാൽ അവിടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നത് മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ്. പിടിയിലായവരുടെ പേരുകളും അവർ ഒളിത്താവളങ്ങളായി ഉപയോഗിച്ച സ്ഥലങ്ങളും പരിശോധിക്കുമ്പോൾ മതം എന്നതൊരു മറ മാത്രമാണെന്നും യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുക എന്നതാണെന്നും വ്യക്തമാകുന്നു. ഇത്തരക്കാർ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ യുവാക്കളുടെ തലച്ചോറിലേക്ക് ഭീകരവാദത്തിന്റെ വിത്തുകൾ പാകുമ്പോൾ ആ വലിയ വിപത്തിനെതിരെ നമ്മൾ മൗനം പാലിക്കരുത്.
ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും ഈ അറസ്റ്റുകൾ ഒരു തുടക്കം മാത്രമാണ്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഇത്തരത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇനിയും ഒളിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ പ്രദേശത്തും പ്രവർത്തിക്കുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അതിന്റെ സാമ്പത്തിക ഉറവിടങ്ങളെയും സംബന്ധിച്ച സുതാര്യമായ പരിശോധനകൾ അനിവാര്യമായിരിക്കുന്നു. ആരാണ് അവിടെ പഠിപ്പിക്കുന്നത്? ആരൊക്കെയാണ് അവിടെ ഫണ്ട് ചെയ്യുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നാം മടി കാണിക്കരുത്. ദേശീയ സുരക്ഷ എന്നത് ഏതെങ്കിലും ഒരു സർക്കാർ ഏജൻസിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ ഭാരതീയന്റെയും കടമ കൂടിയാണ്. ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് ഒപ്പം നിൽക്കാൻ ഓരോ പൗരനും ബാധ്യതയുണ്ട്. ഇത്തരം ഭീകരവാദികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതോ അവരെ നിസാരവൽക്കരിക്കുന്നതോ ആയ പ്രവണതകളെ സമൂഹം ഒറ്റപ്പെടുത്തണം. ലഹരി മാഫിയയും ഭീകരവാദവും ഇന്ന് പരസ്പര പൂരകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കളെ സാമ്പത്തികമായി പ്രലോഭിപ്പിച്ചും മതപരമായ തീവ്രവാദം കുത്തിവെച്ചും സ്വന്തം രാജ്യത്തിനെതിരെ ആയുധമെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ അധാർമികതയെ വേരോടെ പിഴുതെറിയണം. നമ്മുടെ രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ ആ വളർച്ചയെ അസൂയയോടെ നോക്കിക്കാണുന്ന പാകിസ്ഥാൻ പോലുള്ള ശത്രു രാജ്യങ്ങളുടെ ഒത്താശയുണ്ടെന്ന് തിരിച്ചറിയുക. കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭീകരത ഇന്ന് ഗുജറാത്തിലേക്കും മധ്യപ്രദേശിലേക്കും പടർന്നു പന്തലിക്കുന്നു എന്നത് അവർ നമ്മുടെ ആഭ്യന്തര സമാധാനം നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നത് തെളിയിക്കുന്നു. അതിനാൽ ജാഗ്രതയാണ് ഒരേയൊരു പ്രതിവിധി. സംശയാസ്പദമായ ഏത് ഇടപെടലുകളും നിരീക്ഷിക്കുകയും ഉടൻ തന്നെ സുരക്ഷാ ഏജൻസികളെ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദേശീയസ്നേഹം. ഭാരതത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പ്രവണതയും നമ്മൾ അനുവദിക്കരുത്. ഏത് മതാചാരത്തിന്റെ പേരിലാണെങ്കിലും രാജ്യത്തിന് ഭീഷണിയാകുന്ന ആരെയും കൂട്ടുപിടിക്കാൻ പാടില്ല. ആഭ്യന്തര സുരക്ഷാ ഏജൻസികളുടെ ഈ വിജയം ഒരു വലിയ മുന്നറിയിപ്പാണ്. നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി ഇതിനെതിരെ നിലകൊള്ളുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിൽ സഞ്ചരിക്കുന്ന ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് അദൃശ്യ ശക്തികളെയും നമ്മുടെ സുരക്ഷാ സേന തകർത്ത് കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ശക്തികൾക്ക് ഒത്താശ ചെയ്യുന്നവർ ആര് തന്നെയായാലും അവർക്ക് നിയമത്തിന്റെ മുന്നിൽ മാപ്പില്ലാത്ത ശിക്ഷ തന്നെ ലഭിക്കണം. അവസാനമായി ഒന്ന് പറയാം, ഭീകരത എന്നത് അതിർത്തികളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കഥയല്ല. അത് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ നഗരങ്ങളിൽ വരെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഒരു മഹാവിപത്താണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ഈ ഭീകര ശൃംഖലയെ ഗുജറാത്ത് ATS തകർത്തത് നമ്മുടെ സുരക്ഷാ സേനയുടെ കരുത്തിന്റെയും ജാഗ്രതയുടെയും ഉത്തമ ഉദാഹരണമാണ്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മാത്രം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇത്. നമ്മുടെ ചുറ്റുവട്ടത്ത് സംശയാസ്പദമായ എന്തെങ്കിലും ചലനം കണ്ടാൽ, അസ്വാഭാവികമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ അതുടനെ അധികൃതരെ അറിയിക്കാൻ മടിക്കരുതെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പൗരധർമ്മമാണ്. മതത്തിന്റെയോ ആശയങ്ങളുടെയോ മറവിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയാനും അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഈ അറസ്റ്റിലൂടെ ശത്രു രാജ്യങ്ങൾക്കും അവരുടെ ചാര സംഘടനകൾക്കും നമ്മൾ നൽകുന്ന സന്ദേശം വളരെയധികം വ്യക്തമാണ്. ഭാരതത്തിന്റെ മണ്ണിൽ അസ്ഥിരതയുണ്ടാക്കാൻ ഒരു ശക്തിയെ നമ്മൾ അനുവദിക്കില്ല. വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു നാട് വാഗ്ദാനം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇത്തരം ഭീകര ശൃംഖലകളെ കണ്ടെത്തി തകർക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭാരതം ഉറപ്പു നൽകാൻ കഴിയൂ. ഇതിനായി ശക്തമായ നിയമനിർമ്മാണങ്ങളും കൂടുതൽ ജാഗ്രതയുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ഇനിയും ആവശ്യമാണ്. ആത്യന്തികമായി ഭീകരതയെ തോൽപ്പിക്കാൻ ഒരു ജനതയാകെ ഒന്നിച്ചു നിൽക്കുക തന്നെ വേണം. ഈ സംഭവത്തിൽ അന്വേഷണം ഇനിയും തുടരുകയാണ്. ആരുടെയൊക്കെ സഹായം ഇവർക്ക് ലഭിച്ചു? ഇതിന്റെ സൂത്രധാരന്മാർ ആരാണ്? കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തത്വമയി ന്യൂസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.